സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഈശോയുടെ ക്ലാസിക്കലായിട്ടുള്ള ഉത്തരമാണ്. എല്ലാവരും തന്നെ ഈ ഉത്തരത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഈശോ കൊടുക്കുന്ന ഉത്തരമല്ല ഇന്നത്തെ ഗോസ്പൽ. ഈശോ ഉത്തരം കൊടുക്കുന്ന രീതിയാണ് ശരിക്കുള്ള ഗോസ്പൽ. ഈശോനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് ശത്രുക്കൾ വരുന്നത്. അപ്പോൾ ഈശോയിൽ നിന്ന് എന്തുത്തരം കിട്ടുമെന്ന് കൃത്യമായിട്ട് അവർക്ക് ധാരണയുണ്ട്. അത് അവരുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അവർ പറയുന്നത് നീ സത്യവാനാണെന്നും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായും പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അവർ പ്രതീക്ഷിച്ച ഉത്തരം എന്താ? കൽപ്പനകളനുസരിച്ച് എന്താ നിയമം? ഒറ്റ ദൈവം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ രാജാവിനെ ദൈവമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോയുടെ മറുപടി എന്തായിരിക്കും? സത്യം പഠിപ്പിക്കുന്നവരാണല്ലോ. ഈശോയുടെ മറുപടി സീസറിന് നികുതി കൊടുക്കണ്ട എന്നാണ്. അപ്പോൾ സീസറിന് നികുതി കൊടുക്കണ്ടെന്ന് ഈശോ പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതൊരു കലാപ ആഹ്വാനമാണ്. ഈശോയുടെ കാലത്ത് സെലഡ്സ് ചെയ്തിരുന്ന അതാണ്. അപ്പോൾ അങ്ങനെ ഈശോ പറഞ്ഞാൽ ഈശോ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ഉറപ്പാണ്. അപ്പോൾ ആ ഉത്തരവാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈശോ മറുപടി കൊടുക്കുകയാണ്. അവരുടെ അറിവിനെ തോൽപ്പിക്കുന്നൊരു ഉത്തരമാണ് ഈശോ കൊടുക്കുന്നത്. ഇവനിത് എവിടെ നിന്ന് കിട്ടി? ഇത് ഗോസ്പൽ അതാണ്. ഈശോയ്ക്ക് അപ്പനായിട്ടുള്ള കണക്ഷനിൽ നിന്നാണ് ഈ വിഷ്ടം കിട്ടുന്നത്. ഈശോനെ നമ്മോട് പറഞ്ഞിട്ടില്ലേ? ലൂക്ക 12:11 സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തുത്തരം കൊടുക്കണമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആത്മാവ് തരും. നമ്മുടെ ഉത്തരങ്ങൾ കലാപ ആഹ്വാനങ്ങളാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ആത്മാവ് തരുന്നതല്ല. ആത്മാവ് തരുന്ന ഉത്തരങ്ങൾ നമ്മുടെ ശത്രുക്കളെ പോലും വിസ്മയിപ്പിക്കും.